بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പണ്ഡിതന്മാരെ, പ്രബോധകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ സാലിഹായ കർമ്മങ്ങൾ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇൽമ് പഠിക്കുവാനും അതനുസരിച്ച് അമൽ ചെയ്യുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രന്ഥം അൽ ഉസൂലു സലാസ എന്ന പേരിൽ തലക്കെട്ടിൽ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് എഴുതിയ ഗ്രന്ഥമാണ്. അതിൻ്റെ ആമുഖമായി കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഷെയ്ഖിനെ കുറിച്ച് പരിചയപ്പെടുത്തി. ഷെയ്ഖിൻ്റെ ദഅവത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നാം വിശദീകരിച്ചു. അതുമായി ബന്ധപ്പെട്ട ചില തെറ്റിദ്ധാരണകളും ദുരാരോപണങ്ങൾക്കും മറുപടി നൽകി. ഇന്ന് നാം ഇൻഷാ അല്ലാഹ് അൽ ഉസൂലു സലാസ എന്ന ഈ ഗ്രന്ഥം ആരംഭിക്കാൻ പോവുകയാണ്. ഇതൊരു ചെറിയ ഒരു കൃതിയാണ്. അൽ ഉസൂലു സലാസ എന്ന് വെച്ചാൽ തന്നെ 3 അടിസ്ഥാന കാര്യങ്ങൾ എന്നാണ്. എന്താണ് ഈ 3 അടിസ്ഥാന കാര്യങ്ങൾ? മഅരിഫത്തുൽ അബ്ദി റബ്ബഹു വദീനഹു വനബിയഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുസ്ലിം, ഒരു അടിമ തൻ്റെ റബ്ബിനെ കുറിച്ച് അറിയുക, അള്ളാഹുവിനെ കുറിച്ച് അറിയുക, അതേപോലെ ദീനിനെ കുറിച്ച് അറിയുക. എന്താണ് നാം ഉൾക്കൊള്ളുന്ന ഇസ്ലാം ദീൻ എന്താണ്? അതേപോലെ മഅരിഫത്തുൽ അബ്ദി നബിയഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ പ്രവാചകനെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെക്കുറിച്ച് അറിയുക. അപ്പോൾ ഇതാണ് അൽ ഉസൂലു സലാസ. അതായത് നമ്മുടെ വിശ്വാസകാര്യങ്ങളിൽ നാം അറിഞ്ഞിരിക്കേണ്ട അറിവിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഒരു മനുഷ്യൻ മരണാനന്തര ജീവിതത്തിൽ ഖബറിൽ വെച്ച് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന 3 കാര്യങ്ങൾ. നമുക്കറിയാം, ഒരു മനുഷ്യൻ ഖബറടക്കിക്കഴിഞ്ഞാൽ ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന 3 കാര്യങ്ങൾ എന്താണ്? മൻ റബ്ബുക, മാ ദീനുക, മൻ നബിയുക. 3 കാര്യങ്ങളാണ്. ആ 3 കാര്യങ്ങളെക്കുറിച്ച് തെളിവ് സഹിതം പഠിക്കലാണ് ഇതിൻ്റെ ഉദ്ദേശം. സഹീഹായ ഹദീസിൽ ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്കറിയാം. വയഅതീഹി മലക്കാൻ, അതായത് ഒരു മനുഷ്യനെ ഖബറടക്കിയതിന് ശേഷം 2 മലക്കുകൾ അവൻ്റെ അരികിലേക്ക് വരും.
ഫയുജ്ലിസാനിഹി, അങ്ങനെ അവനെ ഇരുത്തും. ഫയഖുലാനി ലഹു, അവനോട് പറയും, ചോദിക്കും, മർ റബ്ബുക, ആരാണ് തൻ്റെ റബ്ബ്? ഫയഖൂലു റബ്ബി അല്ലാഹ്, അവൻ പറയും എൻ്റെ റബ്ബ് അള്ളാഹുവാണെന്ന്. അപ്പോൾ ഇങ്ങനെ ഉത്തരം പറയണമെങ്കിൽ ആർക്കാണ് സാധിക്കുക? വിശ്വാസിക്കാണ് സാധിക്കുക. ഫയഖൂലാനി ലഹു മാ ദീനുക്, ഈ രണ്ട് മലക്കുകൾ ചോദിക്കും, എൻ്റെ ദീൻ എന്താണ്? ഫയഖൂലു ദീനി അൽ ഇസ്ലാം, എൻ്റെ ദീൻ ഇസ്ലാമാണ്. ഫയഖൂലാനി ലഹു, എന്നിട്ട് മൂന്നാമതായി ചോദിക്കും, മാ ഹാദർ റജുലു അല്ലദീ ബുഇസ ഫീകും, നിങ്ങളിൽ നിയോഗിക്കപ്പെട്ട ആ പുരുഷൻ, ആ മനുഷ്യൻ ആരാണ്? ഖാല ഫയഖൂലുഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലാണ്, ദൂതനാണ് എന്ന് ഉത്തരം പറയും. എന്നാൽ കപടവിശ്വാസിയാണെങ്കിൽ അവൻ ഉത്തരം മുട്ടും, ഹാ ഹാ എന്ന് പറഞ്ഞ് ഉത്തരം കിട്ടാതെ അവൻ പ്രയാസപ്പെടും. അങ്ങനെ അവൻ ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമാകുമെന്നൊക്കെ ഹദീസ് പഠിപ്പിക്കുന്നു. ഈ രണ്ട് മലക്കുകൾ ആരാണ്? സഹീഹായ ഹദീസിൽ വന്നു, അൽ മുൻകർ വൻ നകീർ, അതാണ് സഹീഹായ ഹദീസിൽ വന്നിട്ടുള്ളത്. ഇമാം തിർമിദി റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ ഖുബിറൽ മയ്യിത്ത്, മയ്യിത്ത് ഖബറിൽ വെക്കപ്പെട്ടാൽ, ഔ ഖാല അഹദുക്കും അതാഹു മലക്കാനി, രണ്ട് മലക്കുകൾ വരും അവൻ്റെ അടുക്കിലേക്ക്, അസ്വദാനി അസ്റഖാൻ, രണ്ട് കറുത്തിരുണ്ട നീല വർണ്ണമുള്ള നിറമുള്ള രണ്ട് മലക്കുകൾ. അപ്പോൾ എന്താ കറുപ്പും നീലയും, അതായത് രൂപം കറുത്ത നിറമുള്ള രണ്ട് രൂപങ്ങളാണ്. എന്നാൽ കണ്ണുകൾ, ഈ രണ്ട് മലക്കുകളുടെ കണ്ണുകൾ നീലിച്ച നീല നിറമുള്ള പേടിപ്പിക്കുന്ന ഭയാനകമായ രൂപമുള്ള രണ്ട് മലക്കുകളാണ് എന്നാണ് അതിൻ്റെ വിവക്ഷ. യുഖാലു ലി അഹദിഹിമ അൽ മുൻകറു, ഇത് ഹദീസിൻ്റെ ഭാഗമാണ്. അവരിൽ ഒരു മലക്കിൻ്റെ പേരെന്താണ്? അൽ മുൻകർ. വൽ ആഖറു അൻ നകീർ, മറ്റേ മലക്കിൻ്റെ പേര് അൻ നകീർ. എന്താണ് അർത്ഥം? അൽ മുൻകറു വൻ നകീർ പലപ്പോഴും നാം കേൾക്കാറുള്ള രണ്ട് നാമങ്ങളാണ്. അപരിചിതനായ, അറിയപ്പെടാത്ത വ്യക്തി എന്നർത്ഥം. അഥവാ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താൻ കാണാത്ത, പരിചയമില്ലാത്ത രൂപവും ഭാവവും ഉള്ള രണ്ട് മലക്കുകൾ. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഖബർ വിശാലമാക്കി കൊടുക്കുന്നു, അവന് മനസ്സിന് സമാധാനം കൊടുക്കുന്നു. കപട വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ധിക്കാരിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ വളരെ പ്രയാസമുള്ള ഒരു അവസ്ഥയാണ് ആ ഖബറിൽ. അല്ലാഹു തആല ഖബറിൻ്റെ ഫിത്നയിൽ നിന്നും ശിക്ഷയിൽ നിന്നും നമ്മെ രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് അടിസ്ഥാന കാര്യങ്ങൾ പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ഈ നാട്ടിൽ സലഫി പണ്ഡിതന്മാർ, ഈ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ കൊച്ചു ഗ്രന്ഥം പഠിപ്പിക്കാനും വിശദീകരിക്കുവാനും പരിശ്രമിച്ചിരുന്നു. അവർക്ക് അതിൽ ധാരാളം ത്യാഗങ്ങളും അതേപോലെ പരിശ്രമങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥം ധാരാളം പണ്ഡിതന്മാർ ഷർഹ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ആധുനിക കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, ഫൗസാൻ, അങ്ങനെ നിരവധി പണ്ഡിതന്മാർ ഈ ഗ്രന്ഥം ഷർഹ് ചെയ്തിട്ടുണ്ട്. ഈ ഷർഹുകളൊക്കെ അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്, നമുക്കത് വായിക്കാൻ സാധിക്കും. അൽ ഉസൂലു സലാസ എന്ന അർത്ഥം മനസ്സിലായല്ലോ. എന്താണ് അൽ ഉസൂലു സലാസയുടെ അർത്ഥം? മൂന്ന് അടിസ്ഥാന കാര്യങ്ങൾ. എന്താണ് ഈ മൂന്ന് അടിസ്ഥാന കാര്യങ്ങൾ എന്നും നാം മനസ്സിലാക്കി. ഇനി അതിൻ്റെ വിഷയത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഗ്രന്ഥങ്ങൾ ഇന്ന് തയ്യാറായിട്ടില്ലെന്ന് തോന്നുന്നു. ഏതായാലും ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നിങ്ങളുടെ ക്ലാസ്സിന് സ്ഥിരമായി വരുന്നവരുടെ കൈവശം ഗ്രന്ഥങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഇത് വളരെ എളുപ്പമുള്ള ഒരു കൃതിയാണ്. സാധാരണക്കാർക്ക് അടക്കം പഠിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇത് രചിക്കപ്പെട്ടിട്ടുള്ളത്. എളുപ്പത്തിലുള്ള അറബിയാണ്. ഖുർആനിക ആയത്തുകൾ പലതും നമുക്ക് പരിചയമുള്ള അറിയാവുന്ന ആയത്തുകളാണ്. അപ്പോൾ ഇതുകൊണ്ട് ഏറ്റവും പ്രധാനം നമ്മുടെ വിശ്വാസകാര്യങ്ങളായ
അടിസ്ഥാന കാര്യങ്ങളായ ഈ തൗഹീദ്, ഈ വിശ്വാസം ദൃഢപ്പെടുത്തുക, അതിനെക്കുറിച്ച് നമ്മൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കുക എന്നാണ് ഉദ്ദേശം. അതിലൂടെ പണ്ഡിതന്മാരുമായി നമുക്ക് അടുക്കുവാനും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരുടെ രചന രീതിയും അതേപോലെ അറബി ഭാഷയുമൊക്കെ പഠിക്കാൻ ഇതിലൂടെ നമുക്ക് സാധിക്കും. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം തന്നെ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഈ ഗ്രന്ഥം തുടങ്ങുന്നത് ബിസ്മി കൊണ്ടാണ്, അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഈ വാക്യം കൊണ്ടാണ്. ഈ വാക്യം കൊണ്ട് ആരംഭിക്കുന്നത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാജാക്കന്മാർക്ക് അതേപോലെ അന്യമതക്കാരുടെ അന്യരാജ്യങ്ങളുടെ ഭരണകർത്താക്കൾക്ക് കത്ത് അയക്കുമ്പോൾ കത്തിൽ ബിസ്മി കൊണ്ടാണ് ആരംഭിക്കാറുള്ളത്. അതിനൊരു ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റോമൻ ചക്രവർത്തിയായ ഹിറക്കിലിന് കത്തയച്ചപ്പോൾ സഹീഹുൽ ബുഖാരിയിൽ ആ കത്തിൻ്റെ ഉള്ളടക്കമുണ്ട്. അതിൽ വ്യക്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കത്തിൽ രേഖപ്പെടുത്താൻ ആവശ്യപ്പെട്ട എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിൻ്റെ തുടക്കം ബിസ്മിയാണ്. മിൻ മുഹമ്മദിൻ അബ്ദില്ലാഹി വ റസൂലിഹി, മുഹമ്മദിൽ നിന്നാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ദാസനാണ്, അള്ളാഹുവിൻ്റെ ദൂതനാണ്, റസൂലാണ്. ഇലാ ഹിറഖ്ല അദീമിർ റൂം, റോമയുടെ അറബിയിൽ റൂം എന്ന് പറയും, റൂമിൻ്റെ മഹാനായ ഭരണകർത്താവിലേക്കുള്ള ഹിറഖ്ലിലേക്കുള്ള കത്താണ്. സലാമുൻ അലാ മൻ ഇത്തബഅൽ ഹുദ, സന്മാർഗം പിൻപറ്റിയവർക്ക് സമാധാനമുണ്ട്, സലാമുണ്ട് എന്ന കത്ത്. അപ്പോൾ ഈ കത്ത് തുടങ്ങിയത് എങ്ങനെയാണ്? ബിസ്മി കൊണ്ടാണ്. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രവൃത്തി സുന്നത്താണല്ലോ. സുന്നത്ത് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയും സംസാരവും അതേപോലെ അംഗീകാരമെല്ലാം എന്താണ്? സുന്നത്താണ്. എന്നാൽ കുല്ലു അംരിൻ ദീബാലിൻ ലാ യുബ്ദഉ ഫീഹി ബിബിസ്മില്ലാഹി ഫഹുവ അഖ്തഅ എന്ന ഹദീസ് ചിലർ ഉദ്ധരിക്കാറുണ്ട്. ആ ഹദീസ് ചില പണ്ഡിതന്മാർ, ഇമാം നവവി പോലെയുള്ള പണ്ഡിതന്മാർ ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രബലമായ വീക്ഷണം ആ ഹദീസ് ദുർബലമാണ്, അതിൻ്റെ എല്ലാ റിവായത്തുകളും എന്ന് മുഹഖിഖീങ്ങളായ ഹദീസ് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞതുപോലെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഷെയ്ഖ് ആരംഭിക്കുന്നു ഈ വാക്യം കൊണ്ട്. നമ്മൾ പലപ്പോഴും പാരായണം ചെയ്യാറുള്ള, ഉച്ചരിക്കാറുള്ള ഒരു വാക്യമാണ്. എന്താണ് ബാഇൻ്റെ അർത്ഥം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാഇൻ്റെ അർത്ഥം എന്താണ്? പണ്ഡിതന്മാർ പറയുന്നു അലിസ്തിആന, സഹായം ചോദിച്ചുകൊണ്ട്, തേടിക്കൊണ്ട്, അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ട് ആ അർത്ഥമാക്കുന്ന ഒരു അക്ഷരമാണ് ബാ. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സഹായത്താൽ നാം ആരംഭിക്കുന്നു, എഴുതുന്നു, ഏത് പ്രവൃത്തിയാകട്ടെ. ഇപ്പം ഷെയ്ഖ് ഈ ഗ്രന്ഥം എഴുതിയപ്പോൾ എന്ത് പറഞ്ഞു? ബിസ്മി പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ നാമത്താൽ, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് ഞാൻ ഈ ഗ്രന്ഥം രചിക്കുന്നു, ഉസന്നിഫു എന്ന അർത്ഥം. ബാഇന് അറബി ഭാഷയിൽ പല അർത്ഥങ്ങളുമുണ്ട്. അറബി ഭാഷ വളരെ വിശാലമായ ഒരു ഭാഷയാണല്ലോ. ഇപ്പം ബാഇൻ്റെ ഒരു അർത്ഥമാണ് കൂട്ടുകൂടുക, കൂട്ടുപിടിക്കുക. അൽ മുസാഹബ എന്ന് പറയും, അൽ മുസാഹബ. അതേപോലെ ബാഇൻ്റെ ഒരു അർത്ഥമാണ് അൽ ഇൽസാഖ്, ചേരുക, ഒരു കാര്യവുമായി ചേരുക എന്ന് പറയും. ഇപ്പം മസഹ്തു ബിറഅസി, എൻ്റെ തലയുടെ മേലെ ഞാൻ തടവി എന്ന് പറയുമ്പം അവിടെ എൻ്റെ കൈ എൻ്റെ തലവുമായി ചേരുന്നുണ്ട് അഥവാ തട്ടുന്നുണ്ട്, അല്ലേ? അതിന് അറബി പറയും അൽ ഇൽസാഖ്. പക്ഷെ ഇവിടെ അർത്ഥം എന്താണ്? ഇപ്പോൾ കതബ്തു ബിൽ ഖലം, പേന കൊണ്ട് ഞാൻ എഴുതി, അവിടെയും ബീൻ ഉപയോഗിക്കുന്നുണ്ട്. കതബ്തു ബിൽ ഖലം, അവിടെ ബായിൻ്റെ അർത്ഥം എന്താണ്? ഇസ്തിആനയാണ്. അതായത് പേനയുടെ സഹായത്താൽ ഞാൻ എഴുതി. ഇപ്പം ബിസ്മിനെ കുറിച്ച് പറയുമ്പോൾ ധാരാളം വിശദീകരിക്കാറുണ്ട്. ഇത് നമ്മുടെ ക്ലാസ് തുടക്കക്കാർക്കുള്ള ക്ലാസ് ആയതുകൊണ്ട് അമിതമായി വിശദീകരിക്കുന്നില്ല. എങ്കിലും ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്.
നാം ബിസ്മി എഴുതുമ്പോൾ, അഥവാ ഇപ്പോൾ ഖുർആനിൽ നാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്? ശരിക്ക് ബാ കഴിഞ്ഞാൽ എന്താ വരേണ്ടത്? അലിഫാണ്, ഹംസത്തുൽ വസ്ൽ എന്ന് പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പക്ഷേ ഖുർആനിൽ എന്തില്ല? അലിഫില്ല, ഹംസത്തുൽ വസ്ലില്ല. ബാന് ശേഷം എന്താണ്? സീനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നാൽ അതേ സമയത്ത് ബാ എഴുതുമ്പോൾ, ബിസ്മിൻ്റെ ബാ എഴുതുമ്പോൾ സാധാരണ ബാ എന്നത് പോലെയല്ല എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഖുർആനിൽ ബാഇന് അല്പം എന്തുകൊണ്ട്? അവിടെ ബിസ്മി ഉണ്ടോ, അല്പം നീളമുണ്ട്. ഇവിടെ പേന ഇൻഷാപ്പം തന്നെ വരും. അപ്പം പറഞ്ഞു വരുന്നത് ബാഇന് അല്പം ദൈർഘ്യമുണ്ട്, അങ്ങനെയാണ് ബിസ്മി എഴുതിയിട്ടുള്ളത്. അപ്പം മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ അല്പം ദൈർഘ്യമുണ്ട്. അതെന്തിന് പകരമാണ്? പണ്ഡിതന്മാർ പറയുന്നു ബാക്ക് ശേഷം അലിഫുണ്ട്, ആ അലിഫ് എഴുതപ്പെട്ടിട്ടില്ല, അതിന് പകരമാണ് ഈ ബാ ദീർഘിപ്പിച്ചത്. മനസ്സിലായല്ലോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പണ്ഡിതന്മാർ പറയുന്നു ഇത് ബിസ്മിക്ക് മാത്രം യോജിച്ച ഒരു കാര്യമാണ്. അല്ലാതെ സാധാരണ മറ്റുള്ള പദങ്ങളൊന്നും എഴുതുമ്പോൾ ഇങ്ങനെ അലിഫ് സാധാരണ ഒഴിവാക്കാറില്ല എന്നും പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതുമ്പോൾ അങ്ങനെയുണ്ടെങ്കിലും നോക്കൂ നിങ്ങൾ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അവിടെ എന്തുണ്ട്? അലിഫുണ്ട്. ഖുർആനിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഇഖ്റ ബിസ്മി, ബാന് ശേഷം എന്താ ഉള്ളത്? അലിഫാൻ. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിലോ ഇല്ല. എന്താ കാരണം? ധാരാളം നാം ഉപയോഗിക്കുന്ന, നാം ഉച്ചരിക്കുന്ന, ഉരുവിടുന്ന ഒരു വാക്യമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ. അതേപോലെ നമ്മൾ പ്രവർത്തനം തുടങ്ങുമ്പോൾ ബിസ്മില്ലാ, വുദു എടുക്കുമ്പോൾ ബിസ്മില്ലാ. അപ്പോൾ അത് എഴുതുമ്പോഴും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ആ അലിഫിനെ ഒഴിവാക്കിയത്. ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതുമ്പോൾ നമ്മൾ മുസ്ഹഫിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ബായിന് കുറച്ച് നീട്ടണ്ടോ? സാധാരണ നമ്മൾ ബാ എഴുതുമ്പോഴോ, ഇപ്പോൾ ഉദാഹരണത്തിന് ബൈത്തിന് എഴുതുമ്പോൾ ഈ യാന്റെയും താന്റെയൊക്കെ ദൈർഘ്യമുള്ളൂ ഇതിന് ബായിന്. പക്ഷെ ബിസ്മി എഴുതുമ്പോൾ അല്പം നീട്ടമുണ്ട് ഇവിടെ. ഈ നീട്ടം എന്താണ്? ഇതിൻ്റെ കാരണം ഇവിടെ ശരിക്ക് ഇസ്മ എന്നുള്ള പദത്തിന് തുടക്കത്തിൽ എന്തുണ്ട്? ഹംസത്തുൽ വസ്ലുണ്ട്, അലിഫുണ്ട്. ഈ അലിഫുൽ വസ്ലിനെ ഞാൻ നഷ്ടപ്പെടുത്തും. എന്തുകൊണ്ട്? ബിസ്മി എപ്പോഴും നാം ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ്. അതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് എഴുത്തിൽ ഈ അലിഫിനെ ഒഴിവാക്കി. അതിന് പകരമായാണ് റസ്മുൽ മുസ്ഹഫ് എഴുതിയപ്പോൾ അവിടെ ബാഇന് നീട്ടം വന്നത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് അതെ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അത് നമ്മൾ ബിസ്മി ഉപയോഗിക്കാറുള്ളത് പോലെ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ നിയമം അവിടെ ബാധകമല്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഇഖ്റ നോക്കിക്കോളൂ, ബിസ്മി ഇഖ്റ ബിസ്മി റബ്ബിക ആണോ? ഇവിടെ എന്തുണ്ട്? ബാന് ശേഷം അലിഫുണ്ട്. ഈ അലിഫിനെ ഇവിടെ നഷ്ടപ്പെടുത്തിയില്ല. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പദത്തിൽ മാത്രമാണ് ഇത് ബാധകം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവിടെ നോക്കൂ നിങ്ങൾ, ബിസ്മി ബാനർത്ഥം എന്താണ്? സഹായം തേടിക്കൊണ്ട് എന്നർത്ഥം. അബ്ദഉ അക്തുബു മുസ്തഈനൻ ബില്ലാഹ്. അപ്പോൾ ഇവിടെ ഇസ്മ കൊണ്ട്, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് സഹായം ചോദിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നു എന്നാണ്. അപ്പോൾ ഇസ്മ, അള്ളാഹുവിൻ്റെ നാമം എന്തുകൊണ്ട് അവിടെ വന്നു? ആ നാമം കൊണ്ട് ബറക്കത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നാം ബറക്കത്ത് അള്ളാഹുവിനോട് ചോദിക്കുന്നു. അങ്ങനെ നാം അള്ളാഹുവിനോടാണ് യഥാർത്ഥത്തിൽ ഇസ്തിആനത്ത് അഥവാ സഹായം ചോദിക്കുന്നത്. അപ്പം അള്ളാഹുവിൻ്റെ നാമത്താൽ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോട് നാം സഹായം ചോദിക്കുന്നു എന്നാണ് അത്ര അതിൻ്റെ അർത്ഥം. ബിസ്മില്ലാഹി, അള്ളാഹ് എന്ന പദം ഏതിൽ നിന്നാണ് ഉത്ഭവിച്ചത്? പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് പേന എത്തിക്കഴിഞ്ഞാൽ വിശദീകരിക്കും.
അൽ ഇലാഹ് എന്ന പദത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അൽ ഇലാഹ്, അൽ ഇലാഹ്. എല്ലാവരും ശ്രദ്ധിക്കുക, അൽ ഇലാഹ് എന്ന് നമ്മൾ മനസ്സിലിങ്ങനെ എഴുതുക. അൽ ഇലാഹ്. ഹംസിനെ ഒഴിവാക്കി കളഞ്ഞു, ഹംസിനെ ഒഴിവാക്കി കളഞ്ഞു. അതായത് അൽ ഇലാഹ് എന്ന പദത്തിലെ ഹംസിനെ എടുത്തു കളഞ്ഞു. അപ്പം എന്താ ബാക്കി വരിക? അൽ ലാ. 2 ലാമുകൾ വന്നു. ഈ 2 ലാമുകൾ പരസ്പരം യോജിച്ചു, ചേർന്നു. അറബിയിൽ പറയും ഇദ്ഗാമു ചെയ്യപ്പെട്ടു. അങ്ങനെ എന്തായി മാറി? അല്ലാഹ് എന്നായി മാറി. പിന്നെ അല്ലാഹ് എന്ന പദത്തിനെ, അള്ളാഹു നാമമാണല്ലോ, അതിനെ ബഹുമാനിക്കണം, മാനിക്കണം, ആദരവ് കൊടുക്കണം. അങ്ങനെ അതിനെ കനപ്പിച്ചു ഉച്ചരിച്ചു, അല്ലാഹ് എന്നായി മാറി. ഇതാണ് അല്ലാഹ് എന്ന പദത്തിൻ്റെ അസ്ല് എന്ന് പണ്ഡിതന്മാർ ഇബ്നു കസീറൊക്കെ തഫ്സീറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അള്ളാഹുവിൻ്റെ യഥാർത്ഥ പദം എന്താണ്? അൽ ഇലാഹ് എന്നാണ്. അൽ ഇലാഹ്. ഇത് സംഭവിച്ചത് ഹംസ് നഷ്ടപ്പെടുത്തി. ഹംസ് നഷ്ടപ്പെട്ടു. അങ്ങനെ എന്തുണ്ടായി? 2 ലാമ് വന്നു. ഉണ്ടോ? അൽ എന്ന പദത്തിൻ്റെ ലാമും സുക്കൂണിന്റെ ലാമും പിന്നീട് ഫത്ഹുള്ള ലാമും, ഇത് രണ്ടും കൂട്ടിയിണക്കി അല്ലെങ്കിൽ ചേർക്കപ്പെട്ടു. അങ്ങനെ അല്ലാഹ് എന്ന പദമായി മാറി. അതിനുശേഷം ഇതിന് കനപ്പ് നൽകി, കനപ്പിച്ചു, തഫ്ഹീം നൽകി. ഇതിന് തഅദീമിന് വേണ്ടി അതിന് ആദരവ് കൊടുത്തുകൊണ്ട് അങ്ങനെയാണ് അല്ലാഹ് എന്ന പദമായി മാറി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ-റഹ്മാൻ, അർ-റഹീം, ഈ 2 അള്ളാഹു നാമങ്ങളാണ്. അൽ അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതാണ്. അർ-റഹ്മാനിർ റഹീം. എന്താ അതിൻ്റെ അർത്ഥം? പരമകാരുണികൻ, കരുണാവാരിധി എന്നൊക്കെ നാം മലയാളത്തിൽ പറയാറുണ്ട്. അപ്പോൾ ധാരാളം ജനങ്ങൾക്ക് കാരുണ്യം ചെയ്യുന്നവൻ, ധാരാളമായി കാരുണ്യം ചെയ്യുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് റാഹിമും റഹീം തമ്മിൽ വ്യത്യാസമുണ്ട്. ധാരാളമായി അറബിൽ പറയും ലിൽ മുബാലഗ എന്നാണ്. ധാരാളമായി അനേകം കാരുണ്യങ്ങൾ ചെയ്യുന്നവൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2 നാമങ്ങളും കാരുണ്യത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അതിൻ്റെ അർത്ഥം വ്യാപ്തി നോക്കുകയാണെങ്കിൽ റഹ്മാൻ എന്ന പദത്തിനാണ് അത്ര റഹീമിനേക്കാൾ കൂടുതൽ അർത്ഥവ്യാപ്തിയുള്ളത്. അതായത് അർ-റഹീം വിശ്വാസികളോട് മാത്രം കാരുണ്യം ചെയ്യുന്നവൻ. വകാന ബിൽ മുഅ്മിനീന റഹീമ. അവൻ വിശ്വാസികളോട് കാരുണ്യമുള്ളവനാണ്. റഹ്മാൻ എന്ന് വെച്ചാലോ എല്ലാ ജീവജാലങ്ങൾക്കും കാരുണ്യം നൽകുന്നവൻ. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം പകരുന്നുണ്ട്. അതാണ് റഹ്മാൻ. റഹീമോ വിശ്വാസികളോട് കാരുണ്യം ചെയ്യുന്നവൻ. അർ-റഹ്മാൻ അള്ളാഹുവിന് മാത്രം യോജിച്ച നാമമാണ്. റഹീം എന്ന് പറയുമ്പോൾ പ്രവാചകനെ കുറിച്ചും റഹീം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. കാരുണ്യ, വിശ്വാസികളോട് കാരുണ്യം കാണിക്കുന്ന വാത്സല്യമുള്ള പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അവിടെ അൽ കൂട്ടിച്ചേർക്കരുത്. വിശാലമായ അർത്ഥം നൽകുന്ന ഒരു പദമാണ് ഇത് അൽ. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു റബ്ബ് എന്ന പദം. എന്താ അർത്ഥം? നാഥൻ. റബ്ബുദ്ദാർ എന്ന് അറബി ഉപയോഗിക്കാറുണ്ട്, വീടിൻ്റെ ഉടമ. അതേപോലെ റബ്ബുൽ ഉസ്ര, കുടുംബനാഥൻ. പക്ഷെ അർ റബ്ബ് എന്ന് പറഞ്ഞാലോ ഇത് അള്ളാഹുവിന് മാത്രം യോജിച്ച നാമമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതാണ് ബിസ്മിനെ കുറിച്ച് ചുരുക്കത്തിൽ പറയാനുള്ളത്. എന്താണ് ശൈഖ് അവറുകൾ പറയുന്നത്? ഇഅ്ലം റഹിമകല്ലാഹ് അന്നഹു യജിബു അലൈനാ തഅല്ലുമു 4 മസാഇൽ. ഇഅ്ലം, എന്താ അതിൻ്റെ അർത്ഥം? താങ്കൾ അറിയുക. റഹിമകല്ലാഹ്, അല്ലാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ. അന്നഹു യജിബു അലൈനാ തഅല്ലുമു 4 മസാഇൽ. അതായത് നമുക്ക് നമ്മുടെ മേൽ നിർബന്ധമാണ് 4 മസ്അലകൾ പഠിക്കൽ. 4 മസ്അലകൾ അറിയൽ നമ്മുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട കാര്യമാകുന്നു. പണ്ഡിതന്മാർ പറയുന്നു അൽ ഉസൂലു സലാസത്ത് യഥാർത്ഥ തുടക്കം ഇവിടെയല്ല അത്ര. ഇത് ശരിക്ക് ഷെയ്ഖ് തന്നെ എഴുതിയ 2 റിസാലകൾ,
കൃതികൾ അൽ ഉസൂലു സലാസയിലേക്ക് കൂട്ടിച്ചേർത്തതാണ്. ശരിക്ക് ഫഇദാ ഖീല ലക മൽ ഉസൂലു ഫഇദാ ഖീല ലക മൽ ഉസൂലു സലാസ, ഇതാണ് അത്ര അൽ ഉസൂലു സലാസയുടെ യഥാർത്ഥ ആരംഭം. അതിനു മുമ്പ് ഒരു ആമുഖമായി ഷെയ്ഖ് പരിചയപ്പെടുത്തുകയാണ്. ഇതിലേക്കുള്ള ഒരു മുഖവുര നിലക്ക് ആണ് ഈ ഇഅ്ലം റഹിമക്കല്ലാഹ് അന്നഹു യജിബു അലൈഹി തഅല്ലുമു അർബഇ മസാൽ. അതായത് ഒരു പക്ഷേ അൽ ഉസൂലു സലാസ വായിക്കുന്ന ഒരു വ്യക്തിക്ക് തുടക്കത്തിൽ ഒരു അവ്യക്തത തോന്നാം. എന്താണ് തലക്കെട്ട്, എന്താണ് ടൈറ്റിൽ, എന്താണ് അൽ ഉസൂലു സലാസ, തുടക്കം 4 മസാലകൾ പഠിക്കണം. അപ്പോൾ അതെന്താണ് യഥാർത്ഥത്തിൽ ഉസൂലു സലാസൻ്റെ ആമുഖമാണ്, തുടക്കമാണ്. അതിലേക്ക് ഷെയ്ഖ് നമ്മെ വരുത്തുകയാണ്. എന്താണ് നാം പഠിച്ചിരിക്കേണ്ട 4 മസ്അലകൾ? എന്താണ് ഷെയ്ഖ് പറയുന്നത്? അൽ മസ്അലത്തുൽ ഊല, ആദ്യത്തെ മസ്അല. എന്താണ് ഈ മസ്അല എന്ന് പറയുന്നത്? പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണല്ലേ. മസ്അലൻ്റെ ജംഅ എന്താണ്? മസാഇൽ. അതിൻ്റെ നിർവചനം മാ യുബർഹനു അൻഹു ബിൽ ഇൽം, അതായത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നാം പഠിക്കുന്ന വിഷയങ്ങൾക്കാണ് എന്ത് പറയാം? മസ്അല എന്ന് പറയും. അതിനെക്കുറിച്ച് ധാരാളം ചോദിക്കപ്പെടുന്നു, അതുകൊണ്ട് മസ്അല എന്ന് പറഞ്ഞു. മസ്അല ശരിക്കും സുആലിൽ നിന്ന്, ചോദ്യത്തിൽ നിന്നതാണ്. മനസ്സിലായില്ലേ? മസ്അലൻ്റെ വാക്ക് നമ്മൾ നാട്ടിൽ ഈ ഹംസ് ഒഴിവാക്കി മസാല ആക്കി മാറ്റി. പലപ്പോഴും മസാലകൾ എന്ന് പറയാറുണ്ട്, ശരിക്കും മസ്അലകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഷെയ്ഖ് പറയുന്നു അൽ മസ്അലത്തുൽ ഊല, നാം പഠിക്കേണ്ട 4 വിഷയങ്ങളുണ്ട് അല്ലേ, മസ്അലകളുണ്ട്. ആദ്യത്തെ വിഷയം എന്താണ്? അൽ ഇൽം. ഉസൂലുൽ സലാസൻ്റെ ആമുഖമാണത്. അൽ ഊല അൽ ഇൽം. ഒന്നാമത്തെ മസ്അല എന്താണ്? അൽ ഇൽമാണ്, അറിവ്. എന്താണ് ഈ അറിവിൻ്റെ അർത്ഥം? അറിവിൻ്റെ പൊതു അർത്ഥം, നുസൂസുകളിൽ വന്ന അറിവിൻ്റെ പൊതു അർത്ഥം അൽ ഇൽമു ശർഈ എന്നാണ്. അൽ ഇൽമു അശ്ശർഈ, ശർഈയായ ഇൽമ്. ഭൗതിക ശാസ്ത്രം ഇൽമ് അല്ല എന്നല്ല, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല സനാ ചെയ്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിച്ച ഇൽമ്, അല്ലാഹുവിനെ കുറിച്ച്, ദീനിനെ കുറിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കുകയും അറിയുകയും ജീവിതത്തിൽ പകർത്തുകയും അല്ലാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന, പരലോകത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ആ ഇൽമാണ്, ശർഈയായ ഇൽമാണ് അൽ ഇൽമ് കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഓരോ മുസ്ലിം പഠിക്കേണ്ട നിർബന്ധ കാര്യങ്ങൾ. അതിലേറ്റവും സുപ്രധാനമായ 3 കാര്യങ്ങളാണ് ഷെയ്ഖ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. എന്താണ്? ദീനിനെ കുറിച്ച് അറിയുക, റബ്ബിനെ കുറിച്ച് അറിയുക, നബിനെ കുറിച്ച് അറിയുക. ഇതാണ് അൽ ഉസൂലു അസ്സലാസ. അതുകൊണ്ടാണ് ഒരു ഹദീസിൽ വന്നു തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം, ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്, ഫർദാണ് എന്ത്? ഇൽമ് തേടുക എന്നത്. ഈ ഹദീസ് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തു. ഇതിൻ്റെ വ്യത്യസ്തങ്ങളായ പരമ്പരകളിലൂടെ ഇത് സ്വീകാര്യമായ ഹദീസാണെന്ന് ഷെയ്ഖ് അൽബാനിന് മുമ്പ് ഇമാം മിസ്സി പോലെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. ഏത് ഇൽമാണിത്? ഒരു മുസ്ലിം നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഇൽമ്. അതിൽപ്പെട്ട ഒരു കാര്യമാണെന്ത്? അൽ ഉസൂലു അസ്സലാസ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പ്രത്യേകിച്ച് ഈ നാട്ടിൽ ധാരാളമായി ഈ ഗ്രന്ഥം പഠിക്കാനും ശർഹ് ചെയ്യാനൊക്കെ പ്രേരിപ്പിക്കാറുണ്ട്. ഇബ്നു ബാസിന് മുമ്പ് ഇവിടുത്തെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്നു ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആൽ ഷെയ്ഖ്. അദ്ദേഹം ദിവസേന, എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ മുമ്പാകെ ഉസൂലുൽ സലാസ വായിക്കപ്പെടും, അത് ശർഹ് ചെയ്യും ദിവസം. മാത്രമല്ല അദ്ദേഹം ഔദ്യോഗികമായിട്ട് തന്നെ എല്ലാ പള്ളികളുടെ ഇമാമിയങ്ങൾക്കും ഒരു നിർദ്ദേശം കൊടുക്കുകയുണ്ടായി, നിങ്ങൾ പള്ളികളിൽ സാധാരണ ജനങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഗ്രന്ഥം നാം വായിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇത് പഠിപ്പിക്കുകയും ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ശർഹ് ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കുകയും വേണം. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അൽ മസ്അലത്തുൽ ഊല അൽ ഇൽം. ഒന്നാമത്തെ മസ്അല എന്താണ്? ഇൽമാണ്. ഇൽമിൻ്റെ അർത്ഥം മനസ്സിലാക്കിയല്ലോ.
ഷെയ്ഖ് വിവരിക്കുന്നുണ്ട് എന്താണ് ഇൽമ്. വഹുവ മഅരിഫത്തുല്ലാഹി വമഅരിഫത്തു നബിയ്യിഹി വമഅരിഫത്തു ദീനിൽ ഇസ്ലാം ബിൽ അദില്ല. അള്ളാഹുവിനെ കുറിച്ച് അറിയുക, നബിനെ കുറിച്ച് അറിയുക, ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് അറിയുക, ബിൽ അദില്ല തെളിവ് സഹിതം. ഇതിനാണ് എന്ത് പറയുക? ഇൽമ് എന്ന് പറയുക. ഇപ്പോൾ തെളിവില്ലാതെ ഒരു കാര്യം നമ്മൾ പഠിച്ചാൽ എന്ന് പറയില്ല, ഇൽമ് എന്ന് പറയില്ല. അൽ ഇൽമു മഅരിഫത്തുൽ ഹുദാ ബിദലീലിഹി മാ ദാക വത്തഖ്ലീദു യസ്തവിയാനി. ഇബ്നുൽ ഖയ്യിം പറയാണ് അൽ ഇൽമു, ഇൽമു എന്ന് വെച്ചാൽ മഅരിഫത്തുൽ ഹുദാ സത്യം, സന്മാർഗം തെളിവ് സഹിതം മനസ്സിലാക്കുക. അതും തഖ്ലീദും ഒന്നല്ല. അതാണ് ഇൽമും ശരിക്കും തഖ്ലീദും തമ്മിൽ വ്യത്യാസം. ഇത് തഖ്ലീദ് പറഞ്ഞാൽ നമ്മൾ തെളിവൊന്നും നോക്കാതെ ഒരാളെ നമ്മൾ പിൻപറ്റുക, അയാൾ പറഞ്ഞത് നമ്മൾ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. തൗഹീദിൽ വിശ്വാസകാര്യങ്ങളിൽ തഖ്ലീദ് പറ്റില്ല. പണ്ഡിതന്മാർ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, വിശ്വാസകാര്യങ്ങളിൽ തഖ്ലീദ് പറ്റില്ല. അപ്പോൾ നാം നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുടെ തെളിവ് നാം അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കണം, പഠിക്കണം. അതിനാണ് തലബുൽ ഇൽമി ഫരീദ എന്നൊക്കെ പറയാനുള്ള കാരണം. ഷെയ്ഖ് ഇൻഷാ അല്ലാഹ് ഇതിനൊക്കെ തെളിവ് ധരിക്കുന്നുണ്ട്. സൂറത്തുൽ അസ്ർ ധരിക്കും, വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്രിൻ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ഇതൊക്കെ ധരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ജസാക്കല്ലാഹ്. നമ്മുടെ ക്ലാസ് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും മത്ന് ഈ അൽ ഉസൂലു സലാസൻ്റെ മത്ന് എല്ലാവർക്കും ഇപ്പോൾ വിതരണം ചെയ്യും. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച അല്പം വലുപ്പത്തിലുള്ള മത്നായിരിക്കും കൊടുക്കുക. അതിൻ്റെ മേലെയായിരിക്കും ടെക്സ്റ്റ്, താഴെ കുറേ അത് നമുക്ക് എഴുതാനുള്ള കുറേ ഫറാഗാത്ത് ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് അടിസ്ഥാന കാര്യങ്ങൾ പോലെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ എഴുതിയെടുക്കാം നമുക്ക് അറിയാവുന്ന രീതിയിൽ. ഇപ്പോൾ ഒരു മനുഷ്യൻ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ട എന്താണ്? അൽ ഇൽമാണ്, ഇൽമിനെ കുറിച്ച് അറിയണം. രണ്ടാമത്തെ മസ്അല അൽ അമലു ബിഹി. ആ ഇൽമ് കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞു, നബിനെ കുറിച്ച് അറിഞ്ഞു, ദീനിനെ കുറിച്ച് അറിഞ്ഞു തെളിവ് സഹിതം. രണ്ടാമത്തെ ഘട്ടം എന്താണ്? അൽ അമലു ബിഹി. ആ ഇൽമ് കൊണ്ട് നാം പ്രവർത്തിക്കണം. അപ്പോൾ അറിഞ്ഞാൽ മാത്രം പോരാ, നാം പ്രവർത്തിക്കണം. പ്രവർത്തനം നിർബന്ധമാണ്. ഷെയ്ഖ് ധരിക്കാൻ പോകുന്ന തെളിവിൽ ആ ആയത്തിൽ, ആ സൂറത്തിൽ അത് വ്യക്തമാണ്. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യൻ നഷ്ടത്തിലാണ് നിശ്ചയമായും. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. വിശ്വാസികളൊഴികെ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരൊഴികെ എന്ന് പറയുമ്പോൾ ഈമാന് ശേഷം എന്ത് വേണം? അമല് വേണം. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. അതാണ് അൽ മസ്അലത്തു സാനിയ. മൂന്നാമത്തെ മസ്അല എന്താണ്? അൽ മസ്അലത്തു സാലിസ അദ്ദഅവതു ഇലൈഹി. നാം പഠിച്ച ആ ഇൽമിലേക്ക് നാം ക്ഷണിക്കണം, ദഅവത്ത് ചെയ്യണം. ഒന്നാമത്തെ പേജിൽ കണ്ടില്ലേ ഉസൂലു സലാസൻ്റെ. അസ്സാലിസ എന്താണ്? അദ്ദഅവതു ഇലൈഹി. ആ ഇൽമിലേക്ക് നാം പ്രബോധനം ചെയ്യണം. അതാണ് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. നാം അറിഞ്ഞ കാര്യങ്ങൾ നാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, പകർന്നു കൊടുക്കണം. ഇവിടെയാണ് ചിലരുടെ ചോദ്യം വരുന്നത്. ദഅവത്ത് ഫർദ് ഐനാണോ? എല്ലാവർക്കും നിർബന്ധമാണോ? അല്ല, ചില വിഭാഗം മാത്രം, ചില ആൾക്കാർ മാത്രം ദഅവത്ത് നടത്തിയാൽ മതിയോ? പൊതുവെ പണ്ഡിതന്മാർ പറയാറുണ്ട് അദ്ദഅവതു ഇലല്ലാഹി ഫർദു കിഫായ. ദഅവത്ത് നടത്തുക എന്ന് പറഞ്ഞാൽ, പ്രബോധനം ചെയ്യുക എന്നത് ഫർദ് കിഫായത്താണ്. ഒരു വിഭാഗം ചെയ്താൽ മറ്റുള്ളവർക്ക് അതിൻ്റെ ബാധ്യതയിൽ നിന്ന് ഒഴിവായി, കുറ്റത്തിൽ നിന്ന് ഒഴിവായി. ഇതെന്താണ് ഇതിൻ്റെ ഉദ്ദേശം?
അതായത് ഒരു സമുദായത്തിൽ ദഅവത്തിന് വേണ്ടി മാത്രം, പ്രബോധനം ചെയ്യാൻ വേണ്ടി മാത്രം ഒരു വിഭാഗം ഒരുങ്ങണം. ദഅവത്തിന് വേണ്ടി മാത്രം ഒരു വിഭാഗത്തെ നാം ഒരുക്കേണ്ടതുണ്ട്. എല്ലാവരും ദഅവത്തിന് വേണ്ടി മാത്രം തയ്യാറാകണം എന്ന ഫർദ് ഐനി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നില്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ വ്യക്തിതലത്തിൽ ദഅവത്ത് നിർബന്ധമാകും. എപ്പോഴാണത്? ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് നാം മാത്രമേ സത്യം പറയാനുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ദഅവത്ത് നടത്തൽ എന്തായി? നിർബന്ധമായി. അവിടെ ഫർദ് കിഫായത്ത് വന്നിട്ട് ഒഴിവാകാൻ പറ്റില്ല. പക്ഷെ ദഅവത്തിൻ്റെ പൊതു ഹുക്ം എന്താണ്? ഫർദ് കിഫായത്താണ്. ഫർദ് ഐനാകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നു, അദ്ദഅവതു ഇലല്ലാഹി തജിബു അലാ കുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് ദഅവത്ത്, അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തുക, പ്രബോധനം ചെയ്യുക എന്നത്. ലകിന്നഹാ ഫർദുൻ അലൽ കിഫായ, പക്ഷെ അത് ഫർദ് കിഫായത്താണ്. എന്താ അതിൻ്റെ അർത്ഥം? ചിലർ ചെയ്താൽ മറ്റുള്ളവരിൽ നിന്ന് അതിൻ്റെ ഇസ്മ്, കുറ്റം ഒഴിവായി. وإنما يجب على الرجل المعين من ذلك ما يقدر عليه إذا لم يقم به غيره. എപ്പോഴാണ് ഒരു മനുഷ്യന് വ്യക്തിതലത്തിൽ നിർബന്ധമാകുക? മറ്റുള്ളവർ, തൻ്റെ സഹോദരന്മാരാരും ആ ബാധ്യത പ്രകാരം പ്രവർത്തിച്ചില്ല, ദഅവത്ത് നടത്തിയില്ല. അപ്പോൾ അവൻ്റെ മേലെന്ത് വന്നു? നിർബന്ധമായി. വഹാദാ ശഅ്നുൽ അംരി ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുന്നതിൻ്റെയും വിഷയം ഇത് തന്നെയാണ്. നാം ഒരു തിന്മ കണ്ടു, ആ തിന്മ എതിർക്കാൻ ആരും എതിർത്തില്ല, അപ്പം നാം പോയിട്ട് അത് എതിർക്കണം, നമ്മുടെ കഴിവിന് അനുസരിച്ച്. അപ്പോൾ ഇതാണ് ദഅവത്തിൻ്റെ അർത്ഥം. ഏതായാലും ഓരോ മുസ്ലിമും ചെയ്യേണ്ട ഒരു കർത്തവ്യമാണ് പ്രബോധനം ചെയ്യുക, നാം പഠിച്ച കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നത്. ഇതിനാണ് അല്ലാഹു തആല പറയുന്നത്, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. നിങ്ങളിൽ ഒരു വിഭാഗം ഉണ്ടായിരിക്കണം. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മയെ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളിൽ ഒരു വിഭാഗം ഉണ്ടായിരിക്കണം എന്നതിൻ്റെ അർത്ഥം എന്താണ്? ദഅവത്തിന് വേണ്ടി മാത്രം എല്ലാവർക്കും നിർബന്ധമല്ല, മറിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ ഫർദ് കിഫായത്താണ്. ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ വലിയുൻദിറു ഖൗമഹും എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നു. അതായത് ദീനിൽ അറിവ് കിട്ടാനും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുവാനും അവരിൽ ഒരു വിഭാഗം പുറപ്പെട്ടു വരുന്നുവെങ്കിൽ എന്ന് അള്ളാഹു പറയാണ്. അപ്പോൾ ഒരു വിഭാഗം പുറപ്പെടൽ നിർബന്ധമാണ്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കാര്യം, അദ്ദഅവതു ഇലൈഹി. അപ്പം അർബഉ മസായിലാണ് ആദ്യം അൽ ഉസൂലു സലാസയുടെ മുഖവുര എന്ന നിലക്ക് നാം പഠിക്കുന്നത്. ഒന്നെന്താണ്? അൽ ഇൽമാണ്, ഇൽമിൻ്റെ അർത്ഥം മനസ്സിലാക്കി. രണ്ടാമത്തെ മസ്അല എന്താണ്? അൽ അമലു ബിഹി, ഇൽമു കൊണ്ട് പ്രവർത്തിക്കുക. മൂന്നാമത്തെ മസ്അല അദ്ദഅവതു ഇലൈഹി, അതിലേക്ക് നാം പ്രബോധനം, ജനങ്ങളെ ക്ഷണിക്കുക. അർറാബിഅ, നാലാമത്തെ മസ്അല അസ്സബ്റു അലൽ അദാ ഫീഹി, ആ ഇൽമു പഠിക്കുമ്പോഴും അമൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഉപദ്രവങ്ങൾക്ക് നാം വിധേയരാകും. അപ്പോഴൊക്കെ നാം ക്ഷമിക്കണം, ക്ഷമ കൈകൊള്ളണം. അസ്സബ്റു അലൽ അദാ ഫീഹി, നാം ക്ഷമിക്കണം. വലഖദ് കുദ്ദിബത് റുസുലുൻ മിൻ ഖബ്ലിക ഫസബറു അലാ മാ കുദ്ദിബു. അല്ലാഹു തആല പറയാണ്, താങ്കൾക്ക് മുമ്പ് പ്രവാചകന്മാർ, അല്ലാഹുവിൻ്റെ മുർസലീങ്ങൾ ദ്രോഹിക്കപ്പെട്ടിട്ടുണ്ട്. ഫസബറു അലാ മാ കുദ്ദിബു, അവർ കളവാക്കപ്പെട്ടിട്ടുണ്ട്. അവർ കളവാക്കപ്പെട്ടതിൻ്റെ പേരിൽ അവർ ക്ഷമിച്ചു. ഹത്താ അതാഹും നസ്റുന വലഖദ് കുദ്ദിബത് റുസുലുൻ മിൻ ഖബ്ലിക ഫസബറു അലാ മാ കുദ്ദിബു വഊദു ഹത്താ അതാഹും നസ്റുന, അവർ കളവാക്കപ്പെട്ടു, ഉപദ്രവിക്കപ്പെട്ടു, നമ്മുടെ വിജയം അവർക്ക് വരുന്നത് വരെ.
അപ്പോൾ ദഅവത്ത് നടത്തുമ്പോൾ നമുക്കെന്താണ്, നന്മ കൽപ്പിക്കുമ്പോഴും തിന്മയെ വിരോധിക്കുമ്പോഴും ഒക്കെ നാം ക്ഷമിക്കേണ്ടതുണ്ട്. നമുക്ക് എല്ലാ സുഖസൗകര്യങ്ങളും ഉള്ള ഒരു സാഹചര്യമായിരിക്കണം എന്നില്ല, മറിച്ച് പല പ്രയാസങ്ങളും ഉണ്ടാകും ദഅവത്തിൻ്റെ മേഖലയിൽ. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ നാട്ടിലറിയാം, ഇവിടെ മുസ്ലിം രാഷ്ട്രമായതുകൊണ്ട് നമുക്ക് ദഅവത്ത് നടത്താനും സത്യം വിളിച്ചു പറയാനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അന്യ മതക്കാരുടെ അല്ലെങ്കിൽ അമുസ്ലിം രാജ്യങ്ങളിൽ നമുക്ക് ഈ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. അപ്പോഴാണ് കൂടുതൽ നമുക്ക് സബ്ർ വേണ്ടത്. ശൈഖ് പറയുന്നു, വദ്ദലീലു ഖൗലുഹു തആല. ഈ 4 മസ്അലകൾ വിവരിച്ചതിന് ശേഷം തെളിവ് ധരിക്കുകയാണ്. ഈ പറഞ്ഞ 4 മസ്അലകളുടെ തെളിവെന്താണ്? വദ്ദലീലു ഖൗലുഹു തആല വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്റിൻ. അല്ലേ, ബുക്കിൽ കാണുന്നുണ്ട് നിങ്ങൾ? സൂറത്തുൽ അസ്റാണ് ഷെയ്ഖ് ഉദ്ധരിക്കുന്നത്. വൽ അസ്ർ, എന്താ അർത്ഥം? കാലമാണ് സത്യം. രണ്ടാമത്തെ അഭിപ്രായം, അസ്ർ സമയമാണ് സത്യം. ഒന്നാമത്തെ അഭിപ്രായം ആണ് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും വീക്ഷണം, കാലമാണ് സത്യം. രണ്ടാമത്തെ വീക്ഷണം എന്താണ്? അസ്ർ സമയമാണ്, അഥവാ പകലിൻ്റെ അവസാനമാണ് എന്ത്? അസ്ർ സമയം. അതാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അള്ളാഹു ഒരു കാര്യം കൊണ്ട്, ഒരു വസ്തു കൊണ്ട് സത്യം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിന് മഹാത്മ്യമുള്ള, ശ്രേഷ്ഠതയുള്ള, പ്രത്യേകതകളുള്ള ഒരു വസ്തുവാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. നിശ്ചയം മനുഷ്യൻ നഷ്ടത്തിലാണ്, ഖുസ്റിലാണ്, നാശത്തിലാണ്. എന്താ മനുഷ്യൻ്റെ അർത്ഥം? ഒരു മനുഷ്യനാണ്. പണ്ഡിതന്മാർ പറയുന്നു അതിൻ്റെ അർത്ഥം അന്നാസ്, ജനങ്ങളാണെന്ന്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ. ഏതിൽ നിന്ന് ഒഴിവായി? നാശത്തിൽ നിന്ന് ഒഴിവായി. വതവാസൗ ബിൽ ഹഖ്. അപ്പം ആദ്യം വിശ്വസിക്കണം. വിശ്വാസം ശരിയാകണമെങ്കിൽ എന്ത് വേണം? അറിവ് വേണം. അതാണ് ഷെയ്ഖ് തൊട്ട് ശേഷം പറയുന്നുണ്ട്, അറിവിൻ്റെ പ്രാധാന്യം. വിശ്വാസം മാത്രം മതി, അറിവ് വേണ്ട എന്ന് പറഞ്ഞതിന് മറുപടി ഷെയ്ഖ് പറയുന്നുണ്ട്. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. സത്യം കൊണ്ട് വസിയത്ത് ചെയ്യണം, പരസ്പരം ഉപദേശിക്കണം. ഹക്ക് കൊണ്ട്. ഇത് ഹക്ക് ഇബ്നു അബ്ബാസിൽ ഉദ്ധരിക്കപ്പെട്ടു, ഹക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൗഹീദാണെന്ന്. ഏറ്റവും വലിയ ഹക്ക് എന്താണ്? തൗഹീദാണ്. പരസ്പരം നാം അള്ളാഹുവിൻ്റെ തൗഹീദിനെക്കുറിച്ച്, ഏകത്വത്തെക്കുറിച്ച്, തൗഹീദ് പറയുമ്പോൾ തൗഹീദുർ റുബൂബിയ്യ, അൽ ഉലൂഹിയ്യ, അൽ അസ്മാഉ വസ്സിഫാത്ത് എല്ലാം പെട്ടു. അതിനെക്കുറിച്ച് നാം പരസ്പരം പഠനങ്ങൾ നടത്തുകയും ഇതുപോലെയുള്ള മജ്ലിസുകളൊക്കെ ഇതാണ് ഈ അത്തവാസി ബിൽ ഹക്കിൽ പെട്ടതാണ്. അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് അത്തവാസി ബിൽ ഹക്ക്. അതിലൊരു ഉദാഹരണമാണ് നാം ഇൽമിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കുകയും സഹകരിക്കുകയും ചെയ്യുക എന്നത്. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ക്ഷമിച്ചുകൊണ്ടും സബ്ർ കൊണ്ടും നാം വസിയത്ത് ചെയ്യുക, പരസ്പരം ഉപദേശിക്കുക, നിർദ്ദേശിക്കുക. നിങ്ങൾ ക്ഷമിക്കണം. സത്യം നാം പറയുമ്പോൾ ക്ഷമിച്ചില്ലെങ്കിൽ നമുക്കതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ സബ്റിന് 3 മർത്തബകളുണ്ട്, ഇനങ്ങളുണ്ടെന്ന് പഠിപ്പിച്ചത്. ഒന്നെന്താണ്? അസ്സബ്റു അലാ ത്വാഅത്തില്ലാഹ്. അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ക്ഷമിക്കുക. ഇതാണ് ഇസ്തിഖാമ എന്ന് പറയുക. ഇസ്തിഖാമ എന്ന് അർത്ഥം എന്താണ്? നാം അള്ളാഹുവിൻ്റെ ദീന്, ഖുർആനും സുന്നത്ത് അനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക മരണം വരെ. ഇസ്തിഖാമ. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറയുന്നു, അൽ ഫുർഖാൻ ബൈന ഔലിയാഇ ശൈത്താൻ വ ഔലിയാഇർ റഹ്മാൻ. ആ കിതാബിൽ പറയുന്നു, വഗായത്തുൽ കറാമതി ലുസൂമുൽ ഇസ്തിഖാമ.
ഏറ്റവും വലിയ കറാമത്ത് അത്ഭുത സിദ്ധികൾ കാണിക്കുക എന്നല്ല, മറിച്ച് ഇസ്തിഖാമത്താണ് ഗായത്തുൽ കറാമ, ഏറ്റവും വലിയ കറാമത്ത്. അതായത് മനുഷ്യൻ അള്ളാഹുവിനെ ധിക്കരിക്കാതെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് ജീവിച്ചുകൊണ്ട് മരണം വരെ ഉറച്ചു നിൽക്കുക. ആ ഉറച്ച നിലപാട് അതാണ് ഇസ്തിഖാമ. യഥാർത്ഥത്തിൽ അതാണത്ര ഏറ്റവും വലിയ കറാമത്ത്. അപ്പോൾ ഷെയ്ഖ് ഈ 4 മസ്അലകൾ നമ്മെ പഠിപ്പിക്കുന്നു. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ എന്നാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഹഖ് കൊണ്ടും സബ്ർ കൊണ്ടും നാം വസിയ്യത്ത് ചെയ്യുക. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ഈ സൂറത്തിനെ കുറിച്ച് പറഞ്ഞു. അതാണ് അടുത്ത വചനം. ഖാല الشافعي رحمه الله لو ما أنزل الله حجة على خلقه إلا هذه السورة لكفتهم. ഇതിനർത്ഥം അല്ലാഹു തആല സൃഷ്ടികൾക്ക് ഹുജ്ജത്തായി, ന്യായമായി, തെളിവായി ഈ സൂറത്തല്ലാതെ അള്ളാഹു ഇറക്കില്ലെങ്കിൽ അത് മാത്രം അവർക്ക് മതിയായേനെ. അതായത് അല്ലാഹു തആല സൃഷ്ടികൾക്ക് ന്യായമായിട്ട് ഹുജ്ജത്തായിട്ട് ഈ സൂറത്ത് മാത്രമേ ഇറക്കിയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക, അത് മാത്രം മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിക്കുവാനും അള്ളാഹുവിന് ദീനെ മുറുകെ പിടിക്കുവാനും വേണ്ടി നിർദ്ദേശിച്ചുകൊണ്ട് ഈ സൂറത്ത് മാത്രമേ ഇറക്കിയിട്ടുള്ളൂ, അത് മാത്രം മതി ന്യായമായിട്ട്. പിന്നെ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വിശ്വാസികളാകാനുള്ള അള്ളാഹുവിൻ്റെ ഹുജ്ജത്ത് പൂർത്തിയായി. അത്രക്കും നമ്മുടെ വിശ്വാസപരമായ അടിസ്ഥാന കാര്യങ്ങൾ, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അതിൻ്റെ മൗലിക കാര്യങ്ങൾ, വിഷയങ്ങൾ ഈ സൂറത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ സൂചന. ഈ ഇബാറത്ത് ഇമാം ഷാഫിഈൻ്റെതാണെന്ന് പല പണ്ഡിതന്മാരും ഇത് ഷെയ്ഖിൻ്റെ വകയല്ല, മറിച്ച് ഇമാം ഇബ്നു കസീർ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട്, ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടുണ്ട്, ഇമാം നവവിയും അതിനു മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചില വാക്കുകളിൽ, പദങ്ങളിൽ ചില വ്യത്യാസമുണ്ട് എന്ന് മാത്രം. ഇപ്പോൾ ഇമാം ഇബ്നു കസീർ ഉദ്ധരിച്ച ഒരു വചനമാണ് ലൗ തദബ്ബറന്നാസു ഹാദിഹി സൂറ, ജനങ്ങളെല്ലാവരും ഈ സൂറത്തിൽ ചിന്തിച്ചിരുന്നുവെങ്കിൽ ലവസിഅത്തുഹും, അവർക്കത് മതിയായിരുന്നുവേനെ. എന്നിട്ട് ഷെയ്ഖ് നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്, പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് പോവുകയാണ്. എന്താണത്? وقال البخاري رحمه الله تعالى باب العلم قبل القول والعمل. കണ്ടോ ആ ഭാഗം കണ്ടോ? എന്താണ് നാം നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മവും ഖൗലൊക്കെ ശരിയാകണം. എന്ത് വേണം? ഇൽമ് വേണമെന്ന്, അറിവ് വേണം. ഇമാം ബുഖാരിയുടെ സഹീഹിൽ ഒരു അധ്യായം കൊടുക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഷെയ്ഖ് ഉദ്ധരിച്ചിട്ടുള്ളത്. ബാബുൽ ഇൽമി ഖബ്ലൽ ഖൗലി വൽ അമൽ. സംസാരത്തിൻ്റെയും ഖൗലിൻ്റെയും അമലിൻ്റെയും മുമ്പ് എന്ത് വേണം? ഇൽമ് വേണം എന്നതിൻ്റെ അധ്യായമാണ്. സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായമാണത്. വദ്ദലീലു ഖൗലുഹു തആല, ഇതിന് തെളിവെന്താണ്? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വസ്തഗ്ഫിർ ലിദംബിക്. താങ്കൾ അറിയുക, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതായത് അള്ളാഹു അല്ലാതെ വേറെ ഇലാഹില്ല, ആരാധ്യനില്ല. വസ്തഗ്ഫിർ ലിദംബിക്, താങ്കളുടെ പാപത്തിന് താങ്കൾ പാപമോചനം തേടുക, ഇസ്തിഗ്ഫാർ നടത്തുക. അപ്പം ഇൽമിന് ശേഷമാണ് എന്ത് ചെയ്യാൻ പറഞ്ഞത്? ഇസ്തിഗ്ഫാർ നടത്താൻ പറഞ്ഞത്. ഇമാം ബുഖാരി ഉദ്ധരിച്ച തെളിവാണിത്. സഹീഹുൽ ബുഖാരി ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ബാബുൽ ഇൽമി ഖബ്ലൽ ഖൗലി വൽ അമൽ ലിഖൗലിഹി തആല. സഹീഹുൽ ബുഖാരിയിൽ എന്താണ്? ലിഖൗലിഹി തആല എന്നാണ്. വദ്ദലീലു ഖൗലുഹു തആല ഷെയ്ഖ് ഒന്നും കൂടി വ്യക്തമാക്കാൻ വേണ്ടി ഉദ്ധരിച്ചതാണ്. ലിഖൗലിഹി തആല ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വസ്തഗ്ഫിർ ലിദംബിക്. ഈ തെളിവിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയല്ലോ. ആദ്യം താങ്കൾ അറിയുക. എന്താണ് അറിയേണ്ടത്? തൗഹീദ് അറിയുക, പഠിക്കുക. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് താങ്കൾ അറിഞ്ഞിരിക്കണം. എന്നിട്ടോ വസ്തഗ്ഫിർ ലിദംബിക്, ഇസ്തിഗ്ഫാർ നടത്തുക. അപ്പോൾ ആദ്യം പഠിക്കാനാണ് ഖുർആൻ നിർദ്ദേശിക്കുന്നത്, എന്നിട്ടോ പ്രവർത്തിക്കാൻ. ഇത് ശരിക്കും ഈ ആയത്ത് പല ഇമാമിയങ്ങളും എനിക്ക് വളരെ ഗൗരവത്തോടെ കണ്ടിട്ടുണ്ട്.
ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നു വൽ ഖിതാബ് വ ഇൻ കാന ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുവ മുതനാവിൽ ലി ഉമ്മത്തിഹി ഫഅലം എന്നതാണ് താങ്കൾ അറിയുക. ഈ അഭിസംബോധന ആരിലേക്കാണ് പോകുന്നത്? നബിയിലേക്കാണ് പോകുന്നത്. പക്ഷേ ഈ ഖിതാബ് നബിക്കാണെങ്കിലും എല്ലാ ഉമ്മത്തീങ്ങൾക്കും ബാധകമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. മാത്രമല്ല വസ്തദല്ല സുഫിയാൻ ഇബ്നു ഉയൈന സലഫുകളിൽപ്പെട്ട വലിയ പണ്ഡിതനാണ്, ഇമാം ഷാഫിഈന്റെ ഉസ്താദാണ്. അദ്ദേഹം ഇൽമിൻ്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് ഈ ആയത്തിൽ നിന്ന് തെളിവ് ധരിച്ചു. എങ്ങനെ? അദ്ദേഹം പറയുന്നു, സുഫിയാൻ ഇബ്നു ഉയൈന ഒരിക്കൽ ഈ ആയത്ത് ഓതി ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വസ്തഗ്ഫിർ ലിദംബിക്, എന്നിട്ട് പറയാണ് അലം തസ്മഅ അന്നഹു ബദഅ ബിഹി ഫഖാല ഇഅലം, ഇൽമു കൊണ്ട് അല്ലാഹു തുടങ്ങിയില്ലേ, താങ്കൾ അറിയുക എന്ന് പറഞ്ഞില്ലേ, സുമ്മ അമറഹു ബിൽ അമൽ, അതിന് ശേഷമാണ് പ്രവർത്തിക്കാൻ അല്ലാഹു കൽപ്പിച്ചത്. അപ്പോൾ ഏതിൻ്റെ ശ്രേഷ്ഠത വ്യക്തമായി? ഇൽമിൻ്റെ ശ്രേഷ്ഠതയാണ് ഇതിൽ നിന്ന് നാം പഠിക്കേണ്ടത്. അവസാനത്തെ വിഷയം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അഖായിദിൻ്റെ വിഷയത്തിൽ, തൗഹീദിൻ്റെ വിഷയത്തിൽ എന്ത് പറ്റില്ല? തഖ്ലീദ് പറ്റുകയില്ല. തെളിവ് അനുസരിച്ചേ നമുക്ക് വിഷയങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കൂ. അത് സലഫികളല്ലാത്ത ചില വിഭാഗക്കാർ അഥവാ അശ്അരികളും മാതുരീദികളൊക്കെ ഈ വിഷയം പറയാറുണ്ട്. പൊതുവെ തഖ്ലീദ് പാടില്ല. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് തഖ്ലീദ് വിശ്വാസത്തിൽ പാടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഖുർആനിലും സുന്നത്തിലും വന്ന തെളിവുകൾ അനുസരിച്ച് പഠിച്ച് നാം നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ശരിപ്പെടുത്തണം എന്നാ ഉദ്ദേശം. ഇപ്പം അശ്അരികൾ തഖ്ലീദ് പാടില്ല എന്ന് പറയും. ഇതിൻ്റെ അർത്ഥം എന്താണ്? മുതക്കല്ലിമീങ്ങൾ ഇൽമുൽ കലാം എന്ന വിഷയമുണ്ട്. തത്വശാസ്ത്രവും തൗഹീദൊക്കെ കൂട്ടിച്ചേർത്തിക്കൊണ്ടുള്ള ഒരു വിഷയമാണ് ഇൽമുൽ കലാം. ഇൽമുൽ കലാമിൽ ചിട്ടപ്പെടുത്തിയ ചില ബുദ്ധിപരമായ തെളിവുകളും ഈ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലേക്ക് ചിന്തിച്ചുകൊണ്ട് നാം അള്ളാഹുവിനെ മനസ്സിലാക്കണം എന്ന വശം മാത്രമാണ് അവർ പഠിപ്പിക്കുന്നത്, കേന്ദ്രീകരിക്കുന്നത്. അതായത് തഖ്ലീദ് പാടില്ല എന്ന് അവർ പറയുമ്പോൾ, ഇൽമുൽ കലാമിൻ്റെ വക്താക്കൾ പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു മനുഷ്യൻ ആദ്യമായി നിർബന്ധമായും അറിഞ്ഞിരിക്കണം അള്ളാഹുവിനെ കുറിച്ച്. അപ്പോൾ അയാൾ ഇങ്ങനെ ആകാശത്തിലേക്ക് നിന്ന് നോക്കുക, ചിന്തിക്കുക. അപ്പോൾ ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട്. യഥാർത്ഥത്തിൽ അത് തൗഹീദ് പഠിക്കാൻ ഒരു മാർഗമാണ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ചിന്തിക്കുക എന്നത്. പക്ഷെ നമ്മുടെ അടിസ്ഥാനപരമായ തെളിവെന്താണ്? ദലീൽ എന്താണ്? ഖുർആനിലുള്ള ഹദീസുകളിലുള്ള തെളിവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ച ദൃഷ്ടാന്തങ്ങളാണ്, ഈ ആയത്തുകളാണ്. ഇതിനാണ് നാം മുൻഗണന കൊടുക്കേണ്ടത്. അപ്പോൾ തഖ്ലീദ് പാടില്ല എന്ന വിഷയം കൊണ്ട് നാം നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അൽ-ഉസൂൽ സലാസയുടെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ആഴ്ച നാം പൂർത്തീകരിക്കുന്നതാണ്. ചില ക്ലാസ്സുകൾ നമുക്ക് വേണ്ടി വരും. ഈ ഗ്രന്ഥം നമുക്ക് വിശദീകരിച്ചുകൊണ്ട് പൂർത്തീകരിക്കാൻ അല്ലാഹു തആല തൗഹീദ് ശരിയാം വണ്ണം മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും പ്രബോധനം ചെയ്യുവാനും അമൽ ചെയ്യുവാനും അല്ലാഹു സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ഇൽമിയായ മജ്ലിസുകൾ ഏർപ്പെടുത്തുവാനും അതിൽ സഹകരിക്കുവാനും അല്ലാഹു നമുക്ക് ഇഖ്ലാസും ആവേശവും താൽപര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വബാറകല്ലാഹു ഫീക്കും വഅഹ്സനല്ലാഹു ഇലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.